കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുതുക്കാട് യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.ജെ. ജോജു ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വി.ബി. ശോഭനകുമാരി അധ്യക്ഷയായി. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയികളായ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് പി. തങ്കം, രക്ഷാധികാരി എം.വി. രവീന്ദ്രദാസ് എന്നിവർ ചേർന്ന് നവാഗതരെ സ്വീകരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം കെ.എം. ശിവരാമൻ, ബ്ലോക്ക് പ്രസിഡന്റ് ടി. ബാലകൃഷ്ണ മേനോൻ, ബ്ലോക്ക് സെക്രട്ടറി കെ.വി. രാമകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം കെ. സുകുമാരൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗം നിരീക്ഷക ശാന്തകുമാരി, ബ്ലോക്ക് ട്രഷറർ ടി. എ. വേലായുധൻ, യൂണിറ്റ് സെക്രട്ടറി സി. കെ. ജോസഫ്, ട്രഷറർ എം.എൽ. ആൻഡ്യൂ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഓർമ്മ കാലം തൊട്ട് പെൻഷൻകാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ, സംരക്ഷിക്കുവാൻ, അതിനുവേണ്ടി പോരാടുവാൻ, അത് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഓരോ ദിവസം കഴിയും തോറും എൻ്റെ രാജ്യമാനമായ പ്രവർത്തന ശൃംഖല തീർക്കുവാനായിട്ട് കഴിഞ്ഞ ഒരു സംഘടന എന്നുള്ള നിലയിൽ ഈ സംഘടന ഇന്ന് കേരളത്തിൽ തലയെടുപ്പുള്ള ഒരു സംഘടനയാണ്. വളരെയധികം അംഗങ്ങൾ ഈ സംഘടനയിൽ പ്രവർത്തിച്ചു വരുന്നത് അതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മെമ്പർമാര് നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞു, ഒരു വീട്ടിലെ ആളുകളാണ് ഇപ്പോൾ. നമ്മുടെ എല്ലാവരുടെയും ആവശ്യം എന്താ? ആവശ്യം നമ്മുടെ ആവശ്യം എന്താ? എന്താ പറഞ്ഞ് ശിവരാമൻ? പെൻഷൻ അല്ലേ? അതായത് ഇപ്പൊ പുതിയ ആൾക്കാർ 15 ആളുണ്ട് ഇവിടെ. തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അത്തരം എല്ലാ പ്രശ്നങ്ങൾക്കും യൂണിയനിൽ ഇടപെട്ടാൽ പറഞ്ഞാൽ യൂണിയൻ എന്നുള്ളത് ഈ നിർദ്ദേശങ്ങളിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള നിർദ്ദേശം ധവളപത്രവും മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ധവളപത്രത്തിലെ 10 വർഷത്തിലൊരിക്കൽ എന്ന നിർദ്ദേശം ഈ കേരളം ചർച്ച ചെയ്യപ്പെടുകയാണ്, സമൂലമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. മുമ്പ് എന്നോട് വന്ന് പറഞ്ഞു സംസാരിക്കണം 2 വാക്ക്. ഞാൻ ഒരു കാലത്ത് നമ്മുടെ ശിവരാമൻ സാർ പറഞ്ഞിരുന്നത് പോലെയൊക്കെ പറഞ്ഞിരുന്ന ഒരാളാണ്. ഇപ്പൊ അങ്ങനെയൊന്നും സംസാരിക്കാനുള്ള ആരോഗ്യമില്ല.